നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൈനൽ പാർട്ട്, അതായത് ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് കുറച്ച് അമെൻമെന്റുകളും അതേപോലെ തന്നെ നമുക്ക് സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ഈ കോൺസെപ്റ്റ്സുമാണ് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ അമെൻമെന്റ്സിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ടെക്നിക്കുകളൊന്നുമില്ല പഠിക്കാനായിട്ട്. എല്ലാ അമെൻഡ്മെന്റുകളും നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ റൂൾസ് റെഗുലേഷൻസ് നമുക്ക് ഓൾറെഡി നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ അവൈലബിൾ ആണ്. അതിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നതിനെയാണ് ബേസിക്കലി നമ്മൾ എന്തായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്, അമെൻമെന്റ് എന്നുള്ളത് കൊണ്ട് ബേസിക്കലി പറയുന്നത്. കാരണം നമ്മുടെ ലോകത്ത് ഒരുപാട് തരത്തിൽ ഇങ്ങനെ റാപ്പിഡ് ആയിട്ട് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക, ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ചേഞ്ചസിനനുസരിച്ചിട്ട് പൊരുത്തപ്പെടണം. അതേപോലെ തന്നെ നമുക്ക് എന്തും കൊണ്ടുവരണം, പോളിസി, സ്കീംസ്, എവറിത്തിങ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഓർ ഇനീഷ്യേറ്റഡ് അല്ലെ. അപ്പൊ അതിനെയാണ് ബേസിക്കലി എന്തായി പറയുന്നത്, അമെൻമെന്റ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഫസ്റ്റ് അമെൻമെന്റ് എന്ന് പറയുന്നത് അത് വന്ന വർഷം 1951 അത് ബേസിക്കലി ഡിസ്കസ് ചെയ്തത് സോഷ്യലി ബാക്ക്വേർഡ് ക്ലാസ്സസിന്. പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ ഈ വളരെയധികം സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സെക്ഷൻസിന് അത്രത്തോളം ഒന്നും എന്ത് കിട്ടിയിരുന്നില്ല, ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് അമെൻമെന്റ് 1951 കൊണ്ടുവന്ന ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് ബേസിക്കലി സംസാരിക്കുന്ന എന്താ, സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സെക്ഷൻസിന് നമ്മൾ എന്ത് കൊണ്ടുവരണം എന്നാ പറയുന്നത്, കൂടുതൽ ബെനിഫിറ്റ് ഓതറൈസ് ചെയ്യുക, അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനായി എന്തെല്ലാം നമുക്ക് ചെയ്യാനായി സാധിക്കുമോ ആ സ്കീംസ് ആയാലും പോളിസീസ് ആയാലും എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഫസ്റ്റ് അമെൻമെന്റിൽ ആക്ച്വലി പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് അമെൻമെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് അമെൻമെന്റിന്റെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് റിലേറ്റഡ് ആയി ചോദ്യങ്ങളും വരാറുണ്ട്. സോ ഫസ്റ്റ് അമെൻമെന്റ് എന്ന് പറയുന്നത് 1951 വന്നത്. സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സെക്ഷൻസിനായിരുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആഡ് ചെയ്തതും ഈ ഫസ്റ്റ് അമെൻമെന്റിന്റെ ഭാഗമായിട്ട് ആയിരുന്നു. ഇനി നമുക്കുള്ളത് ഫോർത്ത് അമെൻമെന്റ് ആണ്. ഫോർത്ത് അമെൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 9th ഷെഡ്യൂളില് കുറച്ചുകൂടെ ലോസ്, 9th ഷെഡ്യൂളില് കുറച്ചുകൂടെ ലോസ് ആഡ് ചെയ്തതായിരുന്നു ഫോർത്ത് അമെൻമെന്റ് എന്ന് പറയുന്നത്. 1955 ഈ അമെൻമെന്റ് വന്നത്. ഓർക്ക, ഫസ്റ്റ് അമെൻമെന്റ് എന്ന് പറയുന്നത് 1951 വന്നത്. ഫോർത്ത് അമെൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 9th ഷെഡ്യൂളില് കുറച്ചുകൂടെ പോളിസി ഡോക്യുമെന്റ്സ് ആഡ് ചെയ്യുക, റൂൾസ്, മെക്കാനിസംസ് ഇതെല്ലാം ടാബുലേറ്റ് ചെയ്യുക മുതലായവയായിരുന്നു അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തത്. ആൻഡ് അത് വന്ന വർഷം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, 1955 വന്നത്. 17th അമെൻമെന്റ് എന്ന് പറയുന്നത് 1964 വന്നത്. അത് ബേസിക്കലി നമ്മളുടെ ഈ 9th ഷെഡ്യൂളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു. വേറൊന്നും അല്ല അവിടെ ആക്ച്വലി ചർച്ച ചെയ്യുന്നത്. അതായത് 9th ഷെഡ്യൂളില് 44 മോർ ആക്ട്, അതായത് 44 ആക്ടുകൾ കൂടി അല്ലെങ്കിൽ 44 നിയമങ്ങൾ കൂടി ബേസിക്കലി എന്ത് ചെയ്തു, അവരെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക, ഫസ്റ്റ് അമെൻമെന്റ് എന്ന് പറയുന്നത് 1951 വന്നത്. സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്കർ ആയിട്ടുള്ള ക്ലാസ്സിനെ ആയിരുന്നു അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നതും എന്തിന്റെ ഭാഗമായിട്ടാണ്, ഫസ്റ്റ് അമെൻമെന്റിന്റെ ഭാഗമായിട്ടാണ്. ഫോർത്ത് അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ 9th ഷെഡ്യൂളില് കുറച്ചുകൂടെ ലോ ആഡ് ചെയ്തത് ഏത് അമെൻമെന്റ് പ്രകാര, ഫോർത്ത് അമെൻമെന്റ് പ്രകാര. ഏത് വർഷ, 1955. 17th അമെൻമെന്റ് അത് പ്രകാരം എന്താ, 9th ഷെഡ്യൂളില് 44 ആക്ടുകൾ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവരിക ചെയ്തത്. അത് വന്ന വർഷം 1964. പിന്നെ ഉള്ളത് നമുക്ക് 29th അമെൻമെന്റ് ആണ്. അത് 1972 വരുന്നത്. അത് ലാൻഡ് റിഫോമുകളെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, വി ഹാവ് മെനി ഫോംസ് ഓഫ് ലാൻഡ് റിഫോം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ടെനൻസി റിഫോംസ് ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ബേസിക്കലി ഡിവൈഡഡ് ഇൻടു 3 which includes ജമീന്ദാരി, മഹൽവാരി, റൈറ്റ് വാരി അല്ലെ. ഈ 3 സിസ്റ്റം ആയിരുന്നു ബേസിക്കലി നമ്മളുടെ എക്കോണമിയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ ലാൻഡ് ഇങ്ങനെ ഒരു ടെന്യൂർ സിസ്റ്റം അല്ലെങ്കിൽ ലാൻഡ് എക്സിസ്റ്റിംഗ് മെക്കാനിസം വന്നിട്ടുണ്ടെങ്കിൽ ബിയോണ്ട് എ കൺട്രോൾ ആയി അത് ഒരുപാട് തരത്തിൽ എന്തിലേക്ക് റിസൾട്ട് ചെയ്യും, പ്രോബ്ലമാറ്റിക് സ്കെനാരിയോയിലേക്ക് റിസൾട്ട് ചെയ്യൂ അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണം. സോ ഇൻ ഓർഡർ ടു കൺട്രോൾ ദിസ്
various amounts of land reform mechanisms was introduced, and it was introduced in 1972 as part of our 29th Amendment Act. Now comes 34th Amendment. 34th Amendment എന്ന് പറയുന്നത് 1974 വന്നിരിക്കുന്നത്. അവിടെ ലാൻഡ് ടെന്യൂറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് ലാൻഡ് പ്രോപ്പർട്ടീസ് ഒക്കെ ഹയർ ചെയ്യാറൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഹൗ ഷുഡ് ദ ഹയറിംഗ് പ്രോസസ് മസ്റ്റ് ബി, അല്ലെങ്കിൽ ഹൗ ഷുഡ് ദ ഫോർമേഷൻ മസ്റ്റ് ബി എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാ നമ്മള് കൾട്ടിവേഷണൽ പാറ്റേൺ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ലാൻഡ് മെക്കാനിസം ആയിക്കൊള്ളട്ടെ, എങ്ങനെയാ അത് ഓതറൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാ അത് ഡീറ്റെയിൽ ഔട്ട് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളാണ് ബേസിക്കലി 34th Amendment ആക്ടില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് പറഞ്ഞു അല്ലെ, അത് എപ്പോഴാണ് 1951 വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ട്. സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നത് 1952 1952 സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് വരുന്നത്. അതായത് ഇവിടെ നമുക്ക് ലോകസഭയിലുള്ള റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇവിടെ ഒരു മെമ്പർ, നമ്മളെ ലോകസഭയില് ഒരു മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്ര വ്യക്തികളെയാ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയോ? 7.5 ലക്ഷം വ്യക്തികളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, 7.5 ലക്ഷം ആയിരുന്നില്ല, 5 ലക്ഷം വ്യക്തികളെ ആയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? ലോകസഭയിലെ റെപ്രസെന്റേഷൻ, അതായത് സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ലോകസഭയിലെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഒരു മെമ്പറിന് 7.5 ലക്ഷം സ്റ്റാബിലേഷൻ അല്ലെങ്കിൽ 7.5 ലക്ഷം ആൾക്കാരെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ലോകസഭയിലെ ഒരു മെമ്പർ എന്നുള്ള ഫോർമേഷൻ ആണ് വന്നത്. അടുത്തത് 7th അമെന്റ്മെന്റ് ആക്ട് ആണ്. 7th അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് 1956 ബേസിക്കലി വന്നിട്ടുള്ളത്. ഇതിന്റെ അകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യാം? ഒരു കോമൺ ഹൈക്കോടതി വരാം. എന്താണ് ആദ്യത്തേത്? സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ട് വന്ന വർഷം 1952. എന്താ പറഞ്ഞേ? ലോകസഭ റെപ്രസെന്റേഷനെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്തത്. അടുത്തത് 7th അമെന്റ്മെന്റ് ആക്ട് 1956 വന്നത്. അവിടെ ബേസിക്കലി പറയുന്ന എന്താ? അതായത് നമുക്കൊരു കോമൺ ഹൈക്കോടതി വേണം. ആ കോമൺ ഹൈക്കോടതി എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടത്? രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകളിലേക്ക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബേസിക്കലി സ്റ്റേറ്റ്സ് ലാംഗ്വേജിന്റെ ബേസിസില് നമുക്ക് പല ബേസിസിലും എന്ത് ചെയ്യാം? റിസർവേഷൻസ്, സ്റ്റാബിലേഷൻസ് ഒക്കെ കൊണ്ടുവരാം അല്ലെ. അപ്പൊ ഇവര് പറയുന്നത് എന്താ? ലാംഗ്വേജിന്റെ ബേസിസില് സ്റ്റേറ്റ്സ് എങ്ങനെ നമ്മൾ രൂപീകരിക്കും? നമുക്ക് ലാംഗ്വേജിന്റെ ബേസിസിൽ പല സ്റ്റേറ്റ് രൂപീകരണം ഉണ്ട് അല്ലെ. അപ്പൊ ലാംഗ്വേജിന്റെ ബേസിസില് എങ്ങനെയാ സ്റ്റേറ്റ് ഫോർമേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് 7th അമെന്റ്മെന്റ് ആക്ട് പറയുന്നത്. There comes 9th അമെന്റ്മെന്റ് ആക്ട്. 9th അമെന്റ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ 1960 പീരീഡിലാണ് വരുന്നത്. അവിടെ എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് എഗ്രിമെന്റ്, അതായത് ഇന്തോ പാക് അഗ്രിമെന്റ് ഉണ്ട്. നമുക്ക് 1958 റിസൾട്ട് ആയിട്ട് നമുക്ക് എന്ത് അവൈലബിൾ ആണ്? ഇന്തോ പാക് അഗ്രിമെന്റ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. സോ ഹൗ ഷുഡ് ബി ദ എഗ്രിമെന്റ്? എഗ്രിമെന്റ് വരുമ്പോ ആസ് വി ഓൾ നോ, എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രോങ് കോൺട്രാക്ട് ആണ് വരുന്നത് അല്ലെ. അതായത് നമ്മള് ഒരു രീതിയിലും ഇന്ത്യ കടന്ന് പാകിസ്ഥാനെ ആക്രമിക്കില്ല, പാകിസ്ഥാൻ കടന്ന് ഇന്ത്യനെ ആക്രമിക്കില്ല എന്നുള്ളൊരു ഡീൽ അല്ലെങ്കിൽ അഗ്രിമെന്റ് ആ വരുന്നത്. പക്ഷെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ, നമുക്കറിയാം ഇപ്പം തന്നെ നമ്മളെ പാകിസ്ഥാൻ എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു അല്ലെ. സോ എപ്പോഴും നമുക്ക് ഒരേ രീതിയിലുള്ള പണ്ടത്തെ അതേ മെത്തേഡ് ഓഫ് അമെന്റ്മെന്റ് അല്ലെങ്കിൽ പണ്ടത്തെ അതേ രീതിയിലുള്ള അഗ്രിമെന്റ്സ് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ that would be problematic, right? അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ എന്താ? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസേൺ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രക്ചറൈസ് ചെയ്യണം, നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യണം. ഓൺ ദ സെയിം ഹാൻഡ്
we have to manage it somehow, right? So അതിന് നമ്മൾ എപ്പോഴും മോഡിഫിക്കേഷൻസ് കൊണ്ടുവരണം. അപ്പം അത് കൊണ്ടുവരണ ഇന്തോ പാക്കുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ട എല്ലാ അമെൻമെന്റ്സും പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് ഏതിൽ തന്നെയാണ്? ബേസിക്കലി നമ്മളുടെ 9th അമെൻമെന്റ് ആക്ടിന്റെ ഏരിയയിൽ തന്നെയാണ് വരുന്നത്. Then comes 10th Amendment Act. 10th Amendment Act എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1961 വരുന്നത്. 10th Amendment Act എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദാദ്ര നാഗർ ഹവേലി ബേസിക്കലി നമ്മളുടെ ഈ ഒരു യൂണിയൻ ടെറിട്ടറി ഫോമിലേക്ക് ദാദ്ര നാഗർ ഹവേലി നമ്മുടെ യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ യൂണിയൻ ഫോർമേഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഫോർമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? നമുക്ക് അവിടെ ടാബുലേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് എന്താൻ അവിടെ പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി ടാബുലേറ്റ് ചെയ്യുന്ന സമയത്ത് ദാദ്ര നാഗർ ഹവേലി യൂണിയൻ ഓഫ് ഇന്ത്യ, അതായത് നമ്മളൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് എന്ത് ചെയ്യാണ്? പോസ്റ്റുലേറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. Then comes 12th Amendment. 12th Amendment Act എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1962 12th Amendment Act വരുന്നത്. അതായത് അവിടെ ഗോവ, അതേപോലെ ഡാമൻ ആൻഡ് ഡ്യൂ മുതലായവ നമ്മൾ ബേസിക്കലി ഇന്ത്യൻ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു എവിടെ നമുക്ക് കാണാൻ പറ്റിയത്? ഈ 12th Amendment Act 1962 12th Amendment Actൽ പോസ്റ്റുലേറ്റ് ചെയ്ത് കണ്ടത്. Then comes 13th Amendment Act. 13th Amendment Act എന്ന് പറയുന്നതും 1962 ശ്രദ്ധിക്കുക. 12th Amendment Actഉം 13th Amendment Actഉം 1962 പ്രകാരമാണ്. അതായത് ആർട്ടിക്കിൾ 371A പ്രകാരം നാഗാലാൻഡിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ ചോദിക്കും കേട്ടോ. നാഗാലാൻഡിന് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒറിജിനേഷൻ എന്ന് പറയുന്നത് നൽകിയത് ബേസിക്കലി വേറെ ഒന്നിലും അല്ല, ഈ ഒരു 13th അമെൻമെന്റിൽ ആണ്. ഇത് നാഗാലാൻഡ് ആണ്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നാഗാലാൻഡിന്റെ പ്രൊവിഷൻ കൊടുത്തത് ഏത് അമെൻമെന്റ് ആണ്? ഇത് വേറൊന്നും അല്ല, 13th അമെൻമെന്റ് 1962. ഗോവ, ദാമൻ ആൻഡ് ഡ്യൂന് ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെങ്കിൽ അതിന് യൂണിയൻ ഓഫ് ഇന്ത്യയിലേക്ക് ടാബുലേറ്റ് ചെയ്തത് ഏതിലാണ്? 12th അമെൻമെന്റ് ആക്ട് ആണ്. ദാദ്ര നാഗർ ഹവേലി ഇൻകോപ്പറേറ്റ് ചെയ്തത് ഏത് അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്? 1961 10th Amendment Act. ഇത് റിപ്പീറ്റഡ് ആയി I would say that this is very important ആയിട്ടുള്ള ഏരിയ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. Next comes 14th Amendment Act. 14th Amendment Actലാണ് പോണ്ടിച്ചേരി നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. 14th Amendment Actലാണ് പോണ്ടിച്ചേരി എന്ത് ചെയ്യുന്നത്? ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. 19th Amendment Act. 19th Amendment Act എന്ന് പറയുന്നത് 1966 14th Amendment Actഉം 1962 ആണ് കേട്ടോ. അപ്പൊ 3 Amendment Act ഉണ്ട് ആക്ച്വലി 1962 12th Amendment Act, 13th Amendment Act, 14th Amendment Act. 1966 ബേസിക്കലി എന്ത് വരുന്നത്? 19th Amendment Act എന്ന് പറയുന്നത് കടന്നു വരുന്നത്. ആൻഡ് ബേസിക്കലി ഇവിടെ എന്താണ്? നമുക്ക് ഇലക്ഷണൽ ട്രൈബ്യൂണൽസ് എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ടായിരുന്നു. സോ ഇലക്ഷണൽ ട്രൈബ്യൂണൽസ് എന്ന് പറയുന്ന ബോഡി അബോളിഷ് ചെയ്തു, അതിന്റെ ആവശ്യമില്ല എന്ന് പരാമർശിച്ചത് ബേസിക്കലി ഈ 19th Amendment Actലാണ്. അതേപോലെ ഇലക്ഷൻ പെറ്റീഷൻസ് ഒക്കെ നമുക്കറിയാം, ഇലക്ഷനുമായി റിലേറ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ടാസ്ക് വരും അല്ലെ. സോ ഇലക്ഷൻ പെറ്റീഷൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങള് ഹൈക്കോടതിക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനായിട്ട് അല്ലെങ്കിൽ ടാബുലേറ്റ് ചെയ്യാനായിട്ട് ഒരു റൈറ്റ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്തത് ഏതിലായിരുന്നു? ഈ ഒരു 19th Amendment Actൽ ആയിരുന്നു. ഏത് ആക്ടിലായിരുന്നു? 19th Amendment Actലാണ് ബേസിക്കലി അവിടെ ആ ഒരു ഒറിജിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തത്? പോസ്റ്റുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് അടുത്ത, അതായത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആക്ടുകളാണ്. The next one is the 21st Amendment Act ആണ്. 21st Amendment Act എന്ന് പറയുന്നത് 1967 വന്നിട്ടുള്ളത്.
അതിൽ ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിന്ധി, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ലാംഗ്വേജ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. സിന്ധി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻകോപ്പറേറ്റ് ചെയ്തത് ഏത് അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ്? 21st Amendment Act 1967 പ്രകാരമാണ് എന്ത് വന്നത്? സിന്ധ് എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജ് നമ്മൾ ബേസിക്കലി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ 24th Amendment Act. So 24th Amendment Act 1971 വന്നിരിക്കുന്നത്. അതായത് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ലിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പ്രസിഡന്റിന്റെ അസെന്റ് കൊടുക്കുക അത് കമ്പൽസറി ആണ്. ഇപ്പൊ നമുക്കറിയാം ഏതൊരു ബില്ല് പാസ്സാക്കണമെങ്കിലും അതേപോലെ തന്നെ ഏത് ബില്ല് ടാബ്ലേറ്റ് ചെയ്യണമെങ്കിലും സർട്ടൻ മെക്കാനിസംസ് അതെ. സോ ഇവിടെ പ്രസിഡന്റിന്റെ അസെന്റ് ഒരു പെർട്ടിക്കുലർ ബില്ലുമായി കൺഫൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു റെഗുലറൈസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയി അത് ചെയ്തേ മതിയാവും എന്ന് ടാബ്ലേറ്റ് ചെയ്യുന്നതാണ് nothing but the 24th Amendment Act. Next we are talking about the 25th Amendment Act. 25th Amendment Act 1971 വരുന്നത്. അതിലാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ കർട്ടെയിൽ ചെയ്തു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ കർട്ടെയിൽ ചെയ്യണം. അതുവരെ നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചാല് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്തു? അത് കർട്ടെയിൽ ചെയ്ത് വിടുകയാണ് ചെയ്തത്. Then comes 26th Amendment Act. 26th Amendment Act 1971 തന്നെയാണ് വരുന്നത്. അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനുള്ള അധികാരത്തെ ഒന്ന് റെഡ്യൂസ് ചെയ്തു. പ്രിൻസ്ലി സ്റ്റേറ്റ്സിനുള്ള അധികാരത്തെ റെഡ്യൂസ് ചെയ്യുക, അതിനെ റെസ്ട്രിക്ട് ചെയ്യുക മുതലായ കാര്യങ്ങളാണ് ബേസിക്കലി എന്തിൽ ഒറിജിനേറ്റ് ചെയ്തത്? ഈ ഒരു 26th Amendment Act അല്ലെങ്കിൽ 26th Amendment മെക്കാനിസത്തില് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തത്. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അമെന്റ്മെന്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. യു ഹാവ് ദ ഫസ്റ്റ് അമെന്റ്മെന്റ്, സെക്കൻഡ് അമെന്റ്മെന്റ് ആക്ട്, യു ഹാവ് ദ 7th Amendment Act, അതേപോലെ തന്നെ യു ഹാവ് ദ 10th Amendment Act, 12th Amendment Act, 13th Amendment Act, 14th Amendment Act, 19th Amendment Act. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പല തരത്തിലുള്ള ഫോർമേഷൻസും അതേപോലെ തന്നെ പലതരത്തിലുള്ള 25th ഉണ്ട്, 26th ഉണ്ട്. ഈ ഫോർമേഷൻസ് എല്ലാം തന്നെ ബേസിക്കലി എന്താണ് നമുക്കിവിടെ ഫോർമാറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് വരുന്നത് 31st Amendment Act ആണ്. 31st Amendment Act 1972 ബേസിക്കലി വരുന്നത്. അപ്പൊ ഈ 31st Amendment Actലേക്ക് വരുന്ന സമയത്ത് ലോകസഭയുടെ സീറ്റ്സ് എന്ന് പറയുന്നത് എത്രയാക്കി? 525 നിന്നും 545 വർദ്ധിപ്പിച്ചു. എത്രയാണ്? 525 നിന്നും 545 അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 35th Amendment Act എന്ന് പറയുന്നത് 1974 ബേസിക്കലി വന്നിട്ടുള്ളത്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിക്കിമിന് കുറച്ചുകൂടെ എന്താണ് ഒരു പവർ ചോദിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. കാരണം ഈ സിക്കിം ചോദിക്കും, ഗോവ ദാമൻ ആൻഡ് ദിയു ചോദിക്കും, നാഗാലാൻഡ് ചോദിക്കും, ദാദ്ര നാഗർ ഹവേലി ചോദിക്കും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതും ഇമ്പോർട്ടന്റ് ആണ്, അതും ചോദിക്കാറുണ്ട്. പിന്നെ ഈ സിക്കിമിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഈ അടുത്ത ഏതൊരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ സിക്കിമിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. അടുത്തത് 36th Amendment Act ആണ്. 36th Amendment Act 1975 അതെന്താ വെച്ചാ ബേസിക്കലി 35ഉം 36ഉം സിക്കിമിനെ കുറിച്ച് തന്നെയാ പറയുന്നത്. അപ്പൊ ഈ സിക്കിം കുറച്ചുകൂടെ പ്രോമിസിങ് ആക്കുക, മച്ച് മോർ പവർ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പരാമർശിക്കാനായിട്ട് ഉള്ളത്. ടു ബി വെരി ഫ്രാങ്ക്, ഇത് കൂടാതെ ഇനിയും നമുക്ക് അമെന്റ്മെന്റുകള്, ആക്ച്വലി ഒരുപാട് അമെന്റ്മെന്റുകള് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 61st Amendment ഉണ്ട്. 61st Amendment Act എന്ന് പറയുന്നത് 1989 പുട്ട് ഫോർവേഡ് ചെയ്തത്. അത് വോട്ടിംഗ് ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ചത്
ഏത് അമെന്റ്മെന്റ് ആക്ട് പ്രകാര? 61st അമെന്റ്മെന്റ് ആക്ട് പ്രകാര. ഇത് വന്ന വർഷം 1989 ആണ്. അവിടെ 21 വയസ്സിൽ നിന്നും 18 വയസ്സായിട്ട് നമ്മുടെ വോട്ടിംഗ് ഏജ് കുറച്ച് അമെന്റ്മെന്റ് 61st അമെന്റ്മെന്റ് ആക്ട് ആണ്. നെക്സ്റ്റ് കംസ് 65th അമെന്റ്മെന്റ് ആക്ട് 1990 വന്നിരിക്കുന്നത്. ആൻഡ് ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നാഷണൽ കമ്മീഷൻ ഫോർ SC/ST ഗ്രൂപ്പ്സ് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോ ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ അവരെ കൺസർവ് ചെയ്യുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റർ ആണ്. സോ അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ കൺസർവ് ചെയ്യാനും ഉള്ള ആക്ട് ആണ് ബേസിക്കലി 65th അമെന്റ്മെന്റ് ആക്ടില് വരുന്നത്. നെക്സ്റ്റ് വൺ കംസ് 69th അമെന്റ്മെന്റ് ആക്ട് 1991 ഇവിടെ എന്താ വെച്ചാൽ ഡൽഹിക്ക് സുപ്രീം പവർ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഡൽഹിക്ക് ഒരു സുപ്രീം പവർ ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ സുപ്രീം പവർ നൽകിയത് ഏത് അമെന്റ്മെന്റ് ആക്ട് ആണ്? 69th അമെന്റ്മെന്റ് ആക്ട് ആണ് വരുന്നത്. നെക്സ്റ്റ് കംസ് 71st അമെന്റ്മെന്റ് ആക്ട് 1992 അത് വന്നിട്ടുള്ളത്. അവിടെ എന്താ വരണേ വെച്ചാൽ നമ്മുടെ 8th സ്കെഡ്യൂൾ, അതായത് ലാംഗ്വേജിന്റെ ഏരിയയില് വി ഇൻക്ലൂഡഡ് 3 ലാംഗ്വേജസ്, 3 ലാംഗ്വേജസും കൂടി നമ്മൾ ഇതിന്റെ മേഖലയിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ വരുന്നതാണ് 1 കൊങ്കണി, 2 മണിപ്പൂരി ആൻഡ് തേർഡ് വൺ ഇസ് നേപ്പാളി. ഈ 3 ലാംഗ്വേജസും എന്ത് ചെയ്യാ? നമ്മൾ 8th സ്കെഡ്യൂളില് ആഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കം 73rd അമെന്റ്മെന്റ്, അത് 1992 പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോസ്റ്റുലേറ്റ് ചെയ്തതും അതേപോലെ തന്നെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 9 11th സ്കെഡ്യൂളില്, ശ്രദ്ധിക്കുക, പാർട്ട് 9 11th സ്കെഡ്യൂളില് ഇൻകോപ്പറേറ്റ് ചെയ്തതും ഏതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്? 73rd അമെന്റ്മെന്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്. നെക്സ്റ്റ് കംസ് 74th അമെന്റ്മെന്റ്, അത് 1992 വന്നത്. അർബൻ ലോക്കൽ ബോഡീസ്, അവർക്ക് കൂടുതൽ പവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഇത് 9A 12th സ്കെഡ്യൂള് പ്രകാരമാണ് വരുന്നത്. 9A 12th സ്കെഡ്യൂള് പ്രകാരം അർബൻ ലോക്കൽ ബോഡീസിന് കുറച്ചുകൂടെ പവർ എന്ത് ചെയ്യണം? എക്സിബിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോ ഈ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ അത് പ്രോപ്പറായി വന്നിട്ടുണ്ടോ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ് അല്ലെ. അടുത്തത് 84th അമെന്റ്മെന്റ് ആണ്. അമെന്റ്മെന്റ് തന്നെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് അമെന്റ്മെന്റ്സ് പഠിക്കുക എന്ന് പറയുന്നത് കേട്ടോ. 84th അമെന്റ്മെന്റ് 2001 വന്നിട്ടുള്ളത്. ഇത് പ്രകാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഛത്തീസ്ഗഡ്, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ്, അതേപോലെ തന്നെ ജാർഖണ്ഡ്, ഇതെല്ലാം നമ്മൾ എൻക്ലോസ് ചെയ്തതും ഇൻക്ലൂഡ് ചെയ്തതും ഏത് അമെന്റ്മെന്റ് ആക്ട് പ്രകാര? 84th അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ്. നെക്സ്റ്റ് കംസ് 86th അമെന്റ്മെന്റ് ആക്ട് 2002 പ്രകാരമാണ് അത് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അതായത് 6 മുതൽ 14 വയസ്സ് വരെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, അത് ബേസിക് ആയിട്ട് വി ആസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എല്ലാവർക്കും ഉള്ള ബേസിക് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു റൈറ്റ് തന്നെയാണ് അല്ലെ. അതായത് ഫ്രീ ആൻഡ് കമ്പൽസറി മോഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, സ്റ്റാർട്ടിംഗ് ഫ്രം 6 to 14 years. നെക്സ്റ്റ് കംസ്, ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ആ പ്രോപ്പർട്ടിൻ്റെത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട്. അടുത്തത് 92nd അമെന്റ്മെന്റ്. 92nd അമെന്റ്മെന്റ് 2003 വന്നത്. 8th സ്കെഡ്യൂള് പ്രകാരമാണ് അത് വരുന്നത്. ആൻഡ് ബേസിക്കലി അവിടെ ബോഡോ, ദോഗ്രി, അതേപോലെ തന്നെ മൈഥിലി, അതേപോലെ സന്തലി, ഈ ലാംഗ്വേജസ് എല്ലാം 8th സ്കെഡ്യൂൾ, അതായത് നമുക്ക് ഈ ലാംഗ്വേജിന്റെ ഏരിയ എന്ന് പറയുമ്പോ 8th സ്കെഡ്യൂൾ ആണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ 8th സ്കെഡ്യൂളിലേക്ക് നമ്മള് ബോഡോ, അതേപോലെ തന്നെ ഡോഗ്രി, മൈഥിലി, സന്തലി മുതലായ ലാംഗ്വേജസ് ഇതിലാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ടോട്ടൽ ലാംഗ്വേജ് ഏരിയയുടെ കൺസിഡറേഷൻ എടുത്താൽ
18 നിന്നും 22 എന്ത് സംഭവിച്ചിട്ടുണ്ട്? നമ്മുടെ ലാംഗ്വേജ് ഏരിയ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് വർദ്ധിച്ചതായി നമുക്ക് കാണാനായി സാധിക്കും. നെക്സ്റ്റ് കംസ് 96th അമെൻമെന്റ് ആക്ട് ആണ്. 2011 വരുന്നത്. ഇവിടെയാണ് ഒറിയ എന്നുള്ളത് ഒഡിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറിയത്. അതേപോലെ തന്നെ ഒറീസയെ മാറ്റിയിട്ട് നമ്മൾ ഒഡീഷ എന്നുള്ള പേര് ഇട്ടത്. സോ 96 അമെൻമെന്റ് ആക്ട് 2011 എന്താ പറയുന്നത്? ഒറിയ എന്നുള്ളതിനെ ഒഡിയ എന്നും ഒറീസ എന്നുള്ളതിനെ നമ്മൾ ഒഡീഷ എന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്തു? അവിടെ മോഡുലേറ്റ് ചെയ്യാണ് ചെയ്തത്. നെക്സ്റ്റ് കംസ് 97th അമെൻമെന്റ് ആക്ട്. 97th അമെൻമെന്റ് ആക്ട് 2011 വന്നിട്ടുള്ളത്. ആൻഡ് ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റൂൾ. നമുക്കറിയാം ഒരു വെൽഫെയർ മോട്ടീവാണ് നമ്മളുടെ എക്കോണമിയിൽ വരുന്നത് അല്ലെ. സോ ആ വെൽഫെയർ കൺസിഡറേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ്? അത് പലപ്പോഴും ക്വസ്റ്റ്യനബിൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് വെൽഫെയർ ഓതറൈസ് ചെയ്യണം, പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. സോ അതിനായി എല്ലാം ചർച്ച ചെയ്ത അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ് ചെയ്ത അമെൻമെന്റ് ആണ് 97th അമെൻമെന്റ്. നെക്സ്റ്റ് കംസ് 100th അമെൻമെന്റ്. അത് 2015 വന്നിട്ടുള്ളത്. ഇവിടെ എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 സ്റ്റേറ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ബോർഡറി അല്ലെങ്കിൽ ടെറിട്ടോറിയൽ മാറ്റേഴ്സിലാണ്, ആ ടെറിട്ടറി ഷെയർ ചെയ്യുന്ന മാറ്റേഴ്സിലാണ് ബേസിക്കലി ഇവിടെ ഡിസ്കഷൻസ് വന്നത്. ഏതൊക്കെയാണ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. വന്നിരിക്കുന്ന ഏരിയ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ആസാം, വെസ്റ്റ് ബംഗാള്, മേഘാലയ. ആസാം, വെസ്റ്റ് ബംഗാൾ, മേഘാലയ. ഇവിടെ 4 എണ്ണം എന്ന് പറയുന്നുണ്ടെങ്കിലും 4ാമത്തേനെ കുറിച്ച് ഈ അമെൻമെന്റിൽ പരാമർശിക്കുന്നില്ല. സോ അതുകൊണ്ട് 3 എണ്ണം എന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചാൽ മതി. 4 എണ്ണം എന്നാണ് അവർ സ്റ്റേറ്റ് ചെയ്യുന്നത്. 4ാമത്തേനെ കുറിച്ച് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പോസ്റ്റുലേഷൻസ് വരുന്നില്ല. അടുത്തത് വരുന്നത് 101ാമത്തെ അമെൻമെന്റ് ആണ്. 101ാമത്തെ അമെൻമെന്റ് എന്ന് പറയുന്നത് 2016 വരുന്നത്. വളരെ വളരെ ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നമുക്ക് അതുവരെയും ഒരു ഡയറക്ട് ടാക്സ് മെക്കാനിസം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് GST എന്ന് പറയുന്ന ഒരു ഇൻഡയറക്ട് റിജൈം അല്ലെങ്കിൽ ഒരു ഇൻഡയറക്ട് ടാക്സ് മെക്കാനിസം സിസ്റ്റം കൊണ്ടുവന്നത് അല്ലെ. സോ GST എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 101ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ്. ആ അമെൻമെന്റ് ബില്ലിന് നമുക്ക് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ദാറ്റ് ഇസ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് 122nd അമെൻമെന്റ് ബില്ലിന്റെ ബേസിസിലാണ് 101 അമെൻമെന്റ് എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്യുന്നതും അത് അക്സെപ്റ്റ് ചെയ്യുന്നതും. GST എന്ന് പറയുന്നത് ജൂലൈ 1st 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. GST കൗൺസിലിനെ കുറിച്ച് നമ്മൾ പരാമർശിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാവരും പഠിച്ചു വെക്കുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. GST കൗൺസിൽ എന്ന് പറയുന്നത് 279A പ്രകാരമാണ് വന്നത്. GST കൗൺസിൽ എന്ന് പറയുന്നത് 279A പ്രകാരമാണ് വന്നത്. Now comes 102nd Amendment Act. 102nd Amendment Act 2018 വന്നത്. ബാക്ക്വേർഡ് ക്ലാസിനെ കുറിച്ചാണ് അവിടെ കൂടുതലും ചർച്ച ചെയ്യുന്നത്. അതായത് ബാക്ക്വേർഡ് സെക്ഷനെ നമുക്ക് എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അവരെന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്. സോ ഓൾ ഓഫ് എ സഡൻ അവിടെ ബേസിക്കലി നമ്മൾ കൺഫിഗർ ചെയ്യുന്നത് എന്താ, ഈ ബാക്ക്വേർഡ് സെക്ഷനെ ദേ നീഡ് അപ്ഗ്രഡേഷൻ, ദേ നീഡ് ഡെവലപ്മെന്റ്. സോ വാട്ട് ഓൾ തിങ്സ് ക്യാൻ ബി ഡൺ ഫോർ ദിയർ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് 103 അമെൻമെന്റ് ആക്ട് ആണ്. 2019 ബേസിക്കലി വരുന്നത്. എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% ഇപ്പൊ നമുക്ക് ഉണ്ട് അല്ലെ. അതായത് നമുക്ക് ജനറൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു 10% എങ്കിലും റിസർവേഷൻ നമ്മൾ ടാബുലേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ ബേസിക്കലി 10% റിസർവേഷൻ എക്കണോമിക്കലി വീക്കർ സെക്ഷന് പ്രൊവൈഡ് ചെയ്യണം. കാരണം അവർക്ക് ഒരു പക്ഷേ മുമ്പോട്ട് വരാനുള്ള ഒരു സാഹചര്യം കിട്ടിക്കാണില്ല, അല്ലെ പോസ്റ്റുലേറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ അവർക്ക് കിട്ടിക്കാണില്ല. അപ്പൊ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് നമുക്ക് അവരെ അപ്ഗ്രേഡ് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ്
എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയാണ് 103. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 103 അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ലോകസഭ പാസ് ചെയ്തത് ജനുവരി 8, 2019. ജനുവരി 8, 2019 ലോകസഭ എന്ത് ചെയ്തത്? 103 അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് പാസ് ചെയ്തത്. ഇന്ന് രാജ്യസഭ അത് എന്നാ പാസ് ചെയ്തത് ജനുവരി 9, 2019. പ്രസിഡന്റ് അതിനെ അപ്രൂവ് ചെയ്തത് എപ്പോഴാണ്? പ്രസിഡന്റ് അപ്രൂവ് ചെയ്തത് ജനുവരി 12, 2019. സോ ലോകസഭ എപ്പോഴാണ് പാസ് ചെയ്തത് ജനുവരി 8, 2019. രാജ്യസഭ ജനുവരി 9, 2019. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് പ്രസിഡന്റ് ജനുവരി 12, 2019 അത് പാസ് ചെയ്തത്. ഇനി അടുത്തത് 104 അമെന്റ്മെന്റ് ആക്ട് ആണ്. 104th അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് 2020 വന്നിട്ടുള്ളത്. ആൻഡ് ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് SC/ST കാരുമായിട്ടാണ് ഇത് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന് സർട്ടൻ റിസർവേഷൻ, സർട്ടൻ സീറ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം റാറ്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ അതെല്ലാം എന്ത് ചെയ്തു? റിമൂവ് ചെയ്തത് ഏത് അമെന്റ്മെന്റ് ആക്ട് പ്രകാരം? 104th അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് ബേസിക്കലി എന്ത് ചെയ്തത്? ഈ റിസർവേഷൻ 104th അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് ഈ ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് കളഞ്ഞത്. സോ ഈ റിസർവേഷന്റെ ഏരിയ അല്ലെങ്കിൽ റിസർവേഷന്റെ കൺസേണിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് all of a sudden it is needed or it is highly important. പക്ഷെ what happens is that there is a limitation or there is a restriction for everything. അപ്പൊ അതിനെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ടാബുലേറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നുണ്ട്. ഇല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ കൃത്യമായിട്ട് കമ്പ്യൂട്ട് ചെയ്യാനോ സിസ്റ്റമൈസ് ചെയ്യാനായിട്ടോ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഇവിടെ ഇനി അടുത്ത കോൺസെപ്റ്റ്, അതായത് ഇവിടെ വരുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഒരു ഏരിയയും കൂടി നിങ്ങൾക്ക് ഇനി നോക്കാനുള്ളൂ. ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് ദ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ. സോ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വെൻ വി മൂവ് ടു എ ഫെഡറലിസം ഫോം ഓഫ് ഗവൺമെന്റ്, നമുക്ക് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനെ മൂന്നായിട്ടാണ് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് ചാപ്റ്റർ 1 ഓഫ് പാർട്ട് 11 ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ 1950. അതേപോലെ തന്നെ ചാപ്റ്റർ 2 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചാപ്റ്റർ 1 ഓഫ് പാർട്ട് 9, then ചാപ്റ്റർ 2 ഓഫ് പാർട്ട് 9, then comes ചാപ്റ്റർ 3 അല്ലെങ്കിൽ പാർട്ട് 12 എന്നാണ് ബേസിക്കലി വരുന്നത്. ഈ മൂന്ന് ഭാഗങ്ങളിലും അല്ലെങ്കിൽ ഈ മൂന്ന് ചാപ്റ്റേഴ്സിലുമാണ് നമ്മൾ ബേസിക്കലി എന്തിനെ കുറിച്ച് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്ട് ഇസ് ദ ഓർഗനൈസേഷൻ അല്ലെ വാട്ട് ഇസ് ദ പെർട്ടിക്കുലർ ഫോം ഓഫ് അസോസിയേഷൻ മുതലായ കാര്യത്തെ കുറിച്ച് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഫോർമേറ്റ് ചെയ്യുന്നതും സ്ട്രക്ചറൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ഫോർമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഒറിജിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഹൗ ഇസ് ദ തിങ് ഗോയിങ് ഓൺ അല്ലെങ്കിൽ ഹൗ ഇസ് ദ കൺസിഡറേഷൻ ഗോയിങ് ഓൺ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റുലേഷൻ ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ബേസിക്കലി പറയാൻ പറ്റുന്ന ലെജിസ്ലേറ്റീവ് റിഫോംസ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പുകൾ വരുന്നുണ്ട്. സോ വെൻ വി മൂവ് ഓൺ ടു ദ ലെജിസ്ലേറ്റീവ് റിലേഷൻ, അവിടെ നമുക്ക് സെൻട്രൽ സ്റ്റേറ്റ് മെക്കാനിസവുമായി റിലേറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 245 ടു 255. ഇവിടെ ബേസിക്കലി ഒറിജിനേറ്റ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ലെജിസ്ലേറ്റീവ് മെക്കാനിസം നമുക്കറിയാം. അതായത് നമ്മുടെ സെന്ററും അതേപോലെ തന്നെ സ്റ്റേറ്റും തമ്മില് പലപ്പോഴും പവർ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തില് ഒരുപാട് തരത്തിൽ ചർച്ചകൾ വരാറുണ്ട്. So how is the legislative mechanism taking place? How is the situation or the relationship between the center as well as state? That is very important matter അല്ലെ. നമുക്ക് എപ്പോഴും 4 ആസ്പെക്റ്റുകളാണ് ഈ ലെജിസ്ലേറ്റീവ് മേഖലയുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഒന്ന് എന്താ വെച്ചാൽ ടെറിട്ടോറിയൽ ഫാക്ടർ.
അതായത് സെൻട്രൽ സ്റ്റേറ്റിന്റെ മെക്കാനിസത്തില് എങ്ങനെയാ ടെറിട്ടോറിയൽ ഡിസ്ട്രിബ്യൂഷൻ വരേണ്ടത്, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഇപ്പൊ ടാക്സ് എന്ന് പറയുന്നത് വരാറുണ്ട് അല്ലെ, അത് സെൻട്രൽ ഗവൺമെന്റിനും വരാറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനും വരാറുണ്ട്. സോ ഈ ടാക്സിനെ എങ്ങനെയാ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാ ഒറിജിനേറ്റ് ചെയ്യേണ്ടത്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് തിങ്. നെക്സ്റ്റ് കംസ് പാർലമെന്ററി ഫാക്ടർ. പാർലമെന്ററി മെക്കാനിസം നമുക്കുണ്ട്. സോ ഈ പാർലമെന്ററി മെക്കാനിസം വരുമ്പോ അതെങ്ങനെയാ നമ്മൾ സിസ്റ്റമൈസ് ചെയ്യുക, ഒറിജിനേറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഇസ് ദ ഏരിയ ഓഫ് കൺട്രോൾ. അതായത് ഫെഡറൽ ഗവൺമെന്റിന് ഏത് ഏരിയ ആണ് ഒറിജിനേറ്റ് ചെയ്യേണ്ടത്, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഏത് ഏരിയ ആണ് ഒറിജിനേറ്റ് ചെയ്യേണ്ടത്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് മാറ്റർ ടു ബി ഡിസ്കസ്ഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാക്ടേഴ്സിലേക്കാണ് നമ്മൾ ബേസിക്കലി എവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇവിടെ ബേസിക്കലി നമ്മൾ ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിന്റെ ഏരിയയിലേക്ക് വരുമ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോർമലി സെൻട്രൽ സ്റ്റേറ്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് മെക്കാനിസത്തിന്റെ കീഴിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വ്യക്തമായ ധാരണ ഉണ്ടാവേണ്ടതാണ് ടാക്സ് റവന്യൂവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ടാക്സ് റവന്യൂവിന്റെ ഏരിയയിൽ നമുക്ക് 3 ആർട്ടിക്കിൾസ് ആണ് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. So the very first one is Article 268. Article 268 സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്നതാണ് വരുന്നത്. അവിടെ എന്താ വെച്ചാ സെന്റർ ആണ് ബേസിക്കലി ടാക്സ് ചുമത്തുന്നത്, പക്ഷേ ആരാ യൂസ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ബേസിക്കലി എന്ത് ചെയ്യും, ടാക്സ് എന്ന് പറയുന്നത് സ്ട്രക്ചറൈസ് ചെയ്യും, മീഡിയേറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ആർക്കാ ലഭിക്കുക, അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ബേസിക്കലി ലഭിക്കുന്നത് വേറെ ആർക്കും അല്ല, ഇവിടെ നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റിനാണ് ബേസിക്കലി ഇതിന്റെ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള അദറൻസ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നമ്മളുടെ ആർട്ടിക്കിൾ 269 ആണ്. ആർട്ടിക്കിൾ 269 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്, ലെവി ചെയ്യുന്നതും അതേപോലെ കളക്ട് ചെയ്യുന്നതും ആരാണ്, സെന്റർ ആണ്. പക്ഷെ ഇത് അസൈൻ ചെയ്യുന്നത് ആരുടെ മുകളിലാണ്, സ്റ്റേറ്റിന്റെ മുകളിൽ തന്നെയാണ് വരുന്നത്. ശ്രദ്ധിക്കാം, 268 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് എന്ത് ചെയ്യാ, ലെവി ചെയ്യുന്നത് സെന്റർ ആണ്, പക്ഷെ ഇത് കളക്ട് ചെയ്യുന്നതും സ്റ്റേറ്റ് ആട്ടോ. ഇവിടെ കളക്ട് ചെയ്യുന്നതും അതേപോലെ യൂസ് ചെയ്യുന്നതും ആര് തന്നെയാ, സ്റ്റേറ്റ് ആണ്. ആർട്ടിക്കിൾ 269 ആകുമ്പോ അങ്ങനെയല്ല, ലെവി ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും സെന്റർ ആണ്, അസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്, സ്റ്റേറ്റിനാണ് കിട്ടുന്നത്. ഇനി കംസ് ആർട്ടിക്കിൾ 270. ആർട്ടിക്കിൾ 270 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി വേറൊന്നുമല്ല, അവിടെ പറയുന്നത് എന്താ, ടാക്സ് ആർ ലെവിഡ് ആൻഡ് കളക്ടഡ് ബൈ ദ സെന്റർ ബട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്. ടാക്സ് ലെവി ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും ആരാണ്, സെന്റർ ആണ്. പക്ഷേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് വെറും സ്റ്റേറ്റിന് മാത്രല്ല, സെൻട്രലിനും കൂടി എന്ത് കിട്ടുന്നുണ്ട്, അവിടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. രണ്ട് കൂട്ടർക്കും എന്തുണ്ട്, അവിടെ ബെനിഫിറ്റ് ഫോർമുലേറ്റ് ചെയ്തിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് എൻ ഇക്വലൈസേഷൻ അല്ലെങ്കിൽ there is a benefit which is confining to everyone. It is not to a particular body or a particular mechanism. Rather, it is for the holistic perspective എന്നാണ് നമ്മൾ അവിടെ ബേസിക്കലി പറയുന്നത്. ഇനി നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ സെൻട്രലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബേസിക് ആയി കിട്ടുന്ന നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ്, അതേപോലെ തന്നെ they have railways, then they have banking, then they have broadcasting. പിന്നെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് coinage and currency. Then comes central public sector enterprise. Then comes estates and lands. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി ഏറ്റെടുക്കാൻ ആരുമില്ല എന്നുള്ളൊരു കൺസിഡറേഷൻ വരുമ്പോൾ അവരുടെ പ്രോപ്പർട്ടി ആർക്കാ, ഗവൺമെന്റിന് ഏറ്റെടുക്കാം.
അതാണ് ഇവിടെ പറയുന്നത്. ഇനി സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ഇറിഗേഷൻ ഉണ്ട്, then comes forest, then comes fisheries, then public sector enterprises, അതേപോലെ എസ്റ്റേറ്റ്സ് വിത്തിൻ എ സ്റ്റേറ്റ് ആയിരിക്കണേ ആൻഡ് ലാബ്സ്. സോ ഇത്രയുമാണ് സെൻട്രലിനായാലും സ്റ്റേറ്റിനായാലും ബേസിക്കലി അറ്റയർ ചെയ്യുന്ന അല്ലെങ്കിൽ ബേസിക്കലി അവർക്ക് ലഭിക്കുന്ന എന്തായിട്ട് നമ്മൾ പറയുന്നത് നോൺ ടാക്സ് റവന്യൂ മെക്കാനിസംസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ബേസിക്കലി ഗ്രാന്റുകൾ കിട്ടും. അതായത് സ്റ്റേറ്റിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എയ്ഡ് ആൻഡ് അഡ്വൈസ് മെക്കാനിസംസ് എന്ന് പറയുന്നത് ലഭിക്കാറുണ്ട്. അപ്പൊ ഈ ഗ്രാന്റിനെ രണ്ടായിട്ടാണ് നമ്മൾ ബേസിക്കലി തരംതിരിക്കുന്നത്. രണ്ട് ഫോമിലാണ് അല്ലെങ്കിൽ രണ്ടായിട്ടാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഫോമിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു എയ്ഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. സോ അത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ്. അതുകൊണ്ട് നോക്കിയിട്ട് തന്നെ പോവുക. വരുന്നത് ആർട്ടിക്കിൾ 275 ആണ്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പാർലമെന്റിന് എന്ത് പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യാണ്, അതായത് ഗ്രാന്റ് ടു സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റ്സിന് പലതരത്തിലുള്ള ആവശ്യങ്ങൾ വരും. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ വരുമ്പോ സ്റ്റേറ്റ്സിന് ഗ്രാന്റ് പ്രൊവൈഡ് ചെയ്യണം. കാരണം അവരെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യണം, അവരെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരണം. സോ എങ്ങനെയാ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ അഡ്വാൻസ്മെന്റ് എങ്ങനെയാ ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എങ്ങനെയാ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 275 ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 280 എന്ന് പറയുന്നത് അവിടെ നമുക്ക് വരുന്നത് ഡിസ്ക്രീഷണറി ഗ്രാന്റ്സ് ആണ്. അപ്പൊ ആദ്യത്തെ ഗ്രാന്റ് എന്ന് പറയുന്നത് ഇത് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്സ് ആണ്. അതായത് എന്തായാലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ എന്നാണെങ്കിൽ അത്തരത്തിലുള്ള ഗ്രാന്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെക്കാനിസംസിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഡിസ്ക്രീഷണറി ഗ്രാന്റ്സ് ആണ്. ഡിസ്ക്രീഷണറി ഗ്രാന്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 282 പ്രകാരമാണ് വരുന്നത്. അതെന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പബ്ലിക് പർപ്പസസിന് വേണ്ടി, നമുക്ക് വേണ്ടി മാത്രമല്ല, ഒരു ഇൻഡിവിജ്വലിന് വേണ്ടി മാത്രമല്ല, ഇവിടെ സെന്ററിന് ഒബ്ലിഗേഷനോ സെന്ററിന് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ സെന്ററിന് കടമയോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ബേസിക്കലി എന്താണ്, അവിടെ കൃത്യമായിട്ട് ഒരു പബ്ലിക് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ടാബുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് പബ്ലിക് പർപ്പസസിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് അല്ലെങ്കിൽ ഏത് മെക്കാനിസം ആയിട്ട് നമ്മൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഡിസ്ക്രീഷണറിയിൽ വരുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ്സ് ഉണ്ട്, അതേപോലെ സെക്കൻഡ് വൺ ഈസ് ദ ഡിസ്ക്രീഷണറി ഗ്രാന്റ്സ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേഖലയിൽ നിന്നും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അമെന്റ്മെന്റുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യു ഹാവ് ദ ഫസ്റ്റ് അമെന്റ്മെന്റ് 4th, 17, 29, 34. You have the Second Amendment Act, 7th Amendment Act, 9th Amendment Act, 10th, 10th, 12th, 13th വളരെ ഇമ്പോർട്ടന്റ് ആണ്. 14th, 19th പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 21st ഇമ്പോർട്ടന്റ് ആട്ടോ, ചോദിച്ചു കണ്ടിട്ടുണ്ട്. 25th ഇമ്പോർട്ടന്റ് ആണ്. Then 61st ഇമ്പോർട്ടന്റ് ആണ്. 69th ഇമ്പോർട്ടന്റ് ആയതാണ് ഞാൻ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. 69th അമെന്റ്മെന്റ് ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. 84th, 86th, 96th, 100th പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് 101. അത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം 101നെ റിലേറ്റ് ചെയ്തിട്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 103യും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് പുതിയതായി വന്ന ഒരു റാപ്പിഡ് ചേഞ്ച് തന്നെയാണ് ഈ EWS എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ഡീറ്റെയിൽ ഔട്ട് ചെയ്യുന്ന വരുന്നുണ്ട്. 268, 269, 270 ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ പിന്നെ ഉള്ളത് ആർട്ടിക്കിൾ 275ഉം 282ഉം ആണ്.
അത് ഗ്രാന്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആൻഡ് അവിടെ ഓരോന്നും വന്നിട്ട് എന്താണ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഗ്രാന്റ് മെക്കാനിസം വരുന്നത് ഏതിന്റെ കീഴിലാണ് എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ കൂടുതലായിട്ട് വരാറുള്ളത്. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയ തീർത്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ഫോർ ഓൾ.